ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും പരിഹസിക്കാം. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്, നോ പ്രോബ്ലം. ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതാണ്. പക്ഷെ കോടതി വിധി ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ചല്ല, സ്വാഭാവികമായിട്ട് ഇത് വന്നു. ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ആ ഒരു കമ്പനിക്ക് വേണ്ടി 3 ഇൻസ്റ്റൻസിൽ വകുപ്പല്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇടപെടുകയും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനിയെ കോടാനുകോടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നു. ആ മുഴുവൻ പണത്തിനും ടാക്സ് അടച്ച രേഖ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നാൽ ഐ വിൽ അപ്പോളജൈസ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് ബോധ്യമില്ലാതെ. ഇന്നലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് വരികയുണ്ടായി. ആ ജഡ്ജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഹർജിക്കാരൻ എന്ന നിലയിൽ അതിലെ ഫൈൻഡിങ്സിനോട് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ ആൻസർ പറയേണ്ട 1-2 കാര്യം കൂടി ഉള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്നൊന്ന് കാണാൻ വിചാരിച്ചത്. അറ്റ് ദ ഔട്ട്സെറ്റ് ഐ വുഡ് സേ, തീർച്ചയായിട്ടും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ശരിയാണ്. ഐ ഫെയർലി അഡ്മിറ്റ്, ഞാൻ നടത്തി വന്ന ഫൈറ്റിൽ, അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ, നിയമപരമായ നിയമയുദ്ധത്തിൽ ഒരു സെറ്റ് ബാക്ക് ആണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ കോർട്ട്, ജഡ്ജ്മെന്റ് പാസ്സാക്കിയ കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ആ ജഡ്ജ്മെന്റിലെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റീസണിങ്, അതിനോട് ഞാൻ വളരെ വിനയപൂർവം ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. കാരണം ഞാൻ ആർഗ്യൂ ചെയ്ത 3 പോയിന്റ്, കമ്മിങ് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, 3 കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2019 ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിട്ട് ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്തത്. ആ ഫാക്ട് കോടതി ഡിനൈ ചെയ്തിട്ടില്ല. താങ്ക്ഫുള്ളി ആ ഫാക്ട് കോടതി ഡിനൈ ചെയ്തില്ല എന്നത് സത്യമാണ്. പക്ഷെ കോടതി അതിന് കണ്ടെത്തിയ റീസൺ, അഡ്വക്കേറ്റ് ജനറലിന് ഒപ്പീനിയൻ അയച്ചു അല്ലെങ്കിൽ ഒപ്പീനിയൻ ചോദിച്ചു, അത് ഒരു അഴിമതിയാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ. പക്ഷെ 2019 ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു ലീസ് 2023 ഈ കേസ് ഫയൽ ചെയ്യുന്നത് വരെ അനധികൃതമായി, നിയമവിരുദ്ധമായി നീട്ടി നൽകിയതില് അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം എന്നാണ് നമ്മുടെ ഈ ജഡ്ജ്മെന്റ്. ഇന്ന് പലരും, പൊതുസമൂഹത്തിലെ പലരും ധരിക്കുന്നത് ഇത് പിണറായി വിജയനെ ശിക്ഷിക്കാൻ വേണ്ട രേഖകൾ നൽകി പിണറായി വിജയനെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയൊരു ഹർജിയിലെ വിധി പോലെയാണ് പലരും ഇതിനെ കൺസീവ് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംഭവത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണത്തിന് പ്രാപ്തമായ പ്രാഥമികമായ തെളിവുകൾ മാത്രമാണ് നൽകേണ്ടത്. അപ്പോ 2019 മുതൽ 2023 വരെ നിയമവിരുദ്ധമായി ലീസിന്റെ കാലാവധി പിണറായി വിജയൻ മീറ്റിംഗ് ചെയർ ചെയ്ത് അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം ഏജിക്ക് അയച്ചതിന് ശേഷം ആ ഫയൽ ഫ്രീസറിൽ ആയി. അത് 2023 ടെർമിനേറ്റ് ചെയ്തില്ല എന്ന ഫാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞത്, ആ കോടതി പറഞ്ഞത്, അതിൽ അഴിമതി ഉണ്ട് എന്ന് നേരിട്ട് പറയാനാവില്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ച ഇതിനെതിരെ നിയമ നടപടി ആരംഭിച്ചത് 2014-15 ആരംഭിച്ചതെന്ന് കൂട്ടിക്കൊള്ളണം. എന്നിട്ട് ഈ സമയം വരെ ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിന് കഴിയാത്തതിന് കാരണം നിയമവിരുദ്ധമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾക്ക്, ഈ കമ്പനിയുടെ ഭൂമിക്ക് ഇളവ് നൽകാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ച് താഴേക്ക് വിട്ടതിന് ശേഷം നിയമവിരുദ്ധമായ ശുപാർശ ഇന്നും നിലനിൽക്കുകയാണ്. നിയമവിരുദ്ധമായ ശുപാർശ, ആ ശുപാർശയിൽ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ ഗവൺമെന്റ് അതിൽ ആക്ഷൻ എടുത്തത് വേറെ കാരണം പറഞ്ഞാണ് എന്നതാണ്. പക്ഷെ ഇപ്പോഴും നിയമവിരുദ്ധമായ ശുപാർശ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ 10 വർഷമായിട്ടും ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത്. അതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണ് ശരിയല്ല. അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും. മൂന്നാമത്തെ കാര്യം,
ഈ തോട്ടപ്പള്ളിയിൽ നടന്ന ഖനനം, ആ ഖനനത്തിന്റെ ഡയറക്ട് ബെനിഫിഷ്യറി CMRL-ആയിരുന്നുവെന്നും CMRL-ന് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടാൻ കഴിഞ്ഞ 2 വർഷം അതിന് സഹായമായി എന്ന് CMRL-ന്റെ തന്നെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ അവിടുത്തെ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടിയത് കൊണ്ട് ലാഭം കൂടുതലുണ്ടായെന്ന് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ KMRL നിന്നും CMRL-ലേക്ക് അല്ലെങ്കിൽ KMML-ൽ നിന്നും CMRL-ലേക്ക് ലോഡുകൾ 100 കണക്കിന് ലോഡ് ഇലിമിനേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ E-way ബില്ല് ഹാജരാക്കി. അപ്പൊ അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, I could not find even a single scrap of paper which supports this contention. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോടതി തന്നെ പറയാണ്, unauthenticated abstracts of certain E-way bills are produced to point out IREL has supplied eliminate to CMRL. ശരിയാണ്, എനിക്ക് അൺഓതന്റിക്കേറ്റഡ് രേഖകളെ എനിക്ക് ഹാജരാക്കാൻ കഴിയൂ ഈ ഘട്ടത്തിൽ. അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ കോടതിക്ക് വിളിച്ചു വരുത്താം ആ രേഖ. ഞാൻ ഫോർജറി രേഖയാണ് കോടതി ഹാജരാക്കിയതെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഞാൻ ഇപ്പോഴും പറയുന്ന അൺഓതന്റിക്കേറ്റഡ് ആണ്, പക്ഷെ അത് സത്യമായ രേഖയാണ്. 100 കണക്കിന് ലോഡ് സപ്ലൈ IRL നിന്നും CMRL-ലേക്ക് നടന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ഇലിമിനേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് തെളിവെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ എനിക്ക് തെളിയിക്കാൻ കഴിയൂ. അത് ഇപ്പോ പ്രാഥമികമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന E-way ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. ആ E-way ബിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നോ സ്ക്രാപ്പ് ഓഫ് പേപ്പർ എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം അത് അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഇലിമിനേറ്റ് ആണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതൊക്കെ തെളിവിൽ അല്ലെങ്കിൽ തെളിവെടുപ്പിന്റെ സമയത്ത് മാത്രം കോടതി നോക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കോടതി ഒരു മെറിറ്റിൽ ഒരു ജഡ്ജ്മെന്റ് എഴുതുന്നത് പോലെയാണ് എഴുതിയത്. പിന്നെ വൺ ലാസ്റ്റ് തിങ് അദ്ദേഹം പറഞ്ഞു, ഈ അടിസ്ഥാനപരമായ കാര്യം, ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അടക്കം മറ്റ് നേതാക്കന്മാർക്കെതിരെയും പരാമർശം ഉണ്ടായിരുന്നു. എന്നാൽ ഹർജിക്കാരന് പിണറായി വിജയനെയും അല്ലെങ്കിൽ വീണ വിജയന്റെയും പേരിൽ മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന വാദം ബലപ്പെടുന്നു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. ഞാൻ 100% കൺവിക്ഷനോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്റെ കംപ്ലൈന്റ് കൂടി ഞാൻ കൊണ്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ആർക്കും വേണം പരിശോധിക്കാം. അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശത്തിൽ പേരുകളുണ്ടായിരുന്ന പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും RC എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവരുടെ, അവർക്ക് ഉമ്മൻചാണ്ടി, OC എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി, അവരോട് എന്ത് സമീപനമാണോ ഞാൻ സ്വീകരിച്ചത്, സെയിം സമീപനമാണ് പിണറായി വിജയനോട് സ്വീകരിച്ചത്. കാരണം ആ പണത്തിലെ മുഖ്യ പങ്ക് പിണറായി വിജയനാണ് വാങ്ങിയത് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പോർഷൻ വെച്ചിട്ടല്ല എന്റെ കേസ് ബിൽഡ് ചെയ്തത്. വീണ വിജയൻ വാങ്ങിയ പണത്തിന്റെ ബേസിലാണ് എന്റെ കേസ് ബിൽഡ് ചെയ്തത്. അതിന് കാരണം ഡയറി നോട്ടിങ്സിൽ ഉള്ളത് തെളിവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇപ്പൊ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞാലും, കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞാലും, രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞാലും, ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞാലും ഡയറി നോട്ടിങ്സിലാണ് ആ പേര് വന്നത്. ഡയറി നോട്ടിങ്സിലുള്ള പേര് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കെ ഞാൻ അല്ലെങ്കിൽ ഈ കംപ്ലൈന്റിൽ പിണറായി വിജയൻ പണം വാങ്ങിയതായി എനിക്ക് അലജിയായിരുന്നു. ഞാൻ പറഞ്ഞത്, വീണ വിജയൻ വാങ്ങിയ പണം നോബഡി ക്യാൻ ഡിനൈ, ആരും ഡിനൈ ചെയ്തിട്ടില്ല. അത് അവരും ഡിനൈ ചെയ്തിട്ടില്ല, അത് വിജിലൻസും ഡിനൈ ചെയ്തിട്ടില്ല, ഈവൻ കോടതിയും ഡിനൈ ചെയ്തിട്ടില്ല. കാരണം അത് ബാങ്കിങ് ചാനലിൽ വാങ്ങിയ പണമാണ്. സോ ഐ കുഡ് ഓൺലി ബിൽഡ് മൈ കേസ് ഓൺ എ സോളിഡ് ബേസിസ്. അതുകൊണ്ടാണ് വീണ വിജയന്റെ കേസ് പറയും മറ്റു കാര്യങ്ങൾ പരാമർശിക്കാതിരിക്കുക, അല്ലെങ്കിൽ പിണറായി വിജയൻ പണം വാങ്ങി എന്ന് പറഞ്ഞ ആ ലൈൻ മാത്രം എടുത്ത് എനിക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യായിരുന്നു. ഞാനത് ബിൽഡ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് വീണ വിജയൻ പണം വാങ്ങി എന്നുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കേസ് കൊടുത്തത് എനിക്ക് പിണറായി വിജയന്റെ കുടുംബത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടോ അവരെ ടാർണിഷ് ചെയ്ത് അവരെ ഇത് ചെയ്യണമെന്നോ ഓർത്തിട്ടല്ല. ഞാൻ ഈ കേസിന് ഇറങ്ങിയത്, ഈ പോരാട്ടത്തിന് ഇറങ്ങിയത് ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ്. നോ ഡൗട്ട് എനിക്ക് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല, ഒരു കോസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ദിവസമുള്ള അനുഭവം വെച്ചിട്ട് പറയുന്ന ഒരു കാര്യം, എന്നോട് ഇതിനു മുമ്പും വളരെ വിസ്ഡം അല്ലെങ്കിൽ വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു. എത്രയോ സത്യമാണ് ഞാൻ ഭരിക്കുക. അഴിമതിക്കാരനല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്. യു ക്യാൻ ബി എ ഫെയർ പേഴ്സൺ, യു ക്യാൻ ബി എ ജെന്റിൽ പേഴ്സൺ. ഒരു നോൺ കറപ്റ്റ് ആയ അഴിമതിക്കാരനല്ലാത്ത ഒരു പൊതുപ്രവർത്തകനോ ഒരു ജനപ്രതി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഹാർഡ് ടാസ്ക്, ഹെർക്കൂലിയൻ ടാസ്ക് ആണ്.
യു വിൽ ഫേസ് സെവറൽ ഇംപിഡിമെന്റ്സ്. അതാണ് ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ വരുന്നത്. ഞാൻ ഇന്നലത്തെ ദിവസം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ഹോൾ ഡേ. ഇന്നലത്തെ ദിവസം ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇന്നലത്തെ ദിവസം എന്റെ ഒരു ക്രൂസിഫിക്കേഷൻ ആണ് യഥാർത്ഥം നടന്നത്. ഇന്നലെ എല്ലാവരും പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ പരിശോധിച്ചപ്പോ അതിന് വേണ്ടത്ര തെളിവുകളില്ല എന്നൊരു കോടതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്കെതിരായി പറയാവുന്ന എല്ലാം പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചെയ്ത തെറ്റ് ഈ അഴിമതി പൊതുജനങ്ങളോട് പറഞ്ഞു എന്നത്, പൊതുജനങ്ങളോട് പറഞ്ഞ കാര്യം ഇതിന്റെ നിയമപരമായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് പരിശോധിക്കേണ്ട വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇതിപ്പോ കോടാനുകോടി അഴിമതി വാങ്ങിയവരെക്കാൾ ഈ അഴിമതി ചോദ്യം ചെയ്ത ഞാൻ എന്തോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പാതകം ചെയ്ത പോലെയാണ് ഇന്നലത്തെ പല പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങളും കാണാൻ എനിക്ക് ഇടയായത്. എനിക്കതിൽ പരിഭവമില്ല, എനിക്ക് അതിൻ്റെ അകത്ത് പരാതിയില്ല. പക്ഷേ ഇതാണ് അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയാലുള്ള ഒരവസ്ഥ എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. ഒടുവിലിപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിന് ഇറങ്ങിയതുകൊണ്ട് എനിക്ക് നേരെ ഒരു 5 or 8 അന്വേഷണങ്ങളുണ്ട്. എനിക്ക് നേരെ വിജിലൻസ് കേസുണ്ട്. ഞാൻ എൻ്റെ വീട്ടില് അത്യാവശ്യം മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി തുടങ്ങിയിരുന്ന പണിക്ക് സ്റ്റോപ്പ് മെമ്മോയുണ്ട്. എൻ്റെ പ്രോപ്പർട്ടീസിനെതിരെ അന്വേഷണവും കേസും നിലവിലുണ്ട്. ഇതെല്ലാം എനിക്ക് നേരെ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അഴിമതിക്കാരൻ അല്ലാതിരിക്കുക എന്നത് എളുപ്പമാണ്, പക്ഷെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഒട്ടും എളുപ്പമല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. 100% ശരിയാണ്. പക്ഷെ ഈ ഒരു വിജിലൻസ് കോടതിയുടെ ജഡ്ജ്മെന്റ് എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും എൻ്റെ ആത്മവിശ്വാസം തകർക്കില്ല. ഞാൻ മുന്നോട്ട് തന്നെ പോകും. തീർച്ചയായിട്ടും ഞാനത് ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. കാരണം സ്വാഭാവികമായിട്ടും എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ അപ്പീൽ പോകാന്നുള്ളതാണ്. ഈ ജഡ്ജ്മെന്റിന് എനിക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തി ഞാൻ അപ്പീൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമതൊരു കാര്യം, പലരും ഇന്നലെ പറഞ്ഞു വിജിലൻസില് കേസ് കൊടുത്തത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിപ്പോയി, വിജിലൻസ് കേസ് കൊടുക്കരുതായിരുന്നു എന്നുള്ള ഒപ്പീനിയൻ പലരും പറഞ്ഞതായി കണ്ടു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, 100% ഈ മാസപ്പടി എന്ന് പറയുന്ന സംഭവം ഇത് അഴിമതിയാണ്. ഇത് കോർപ്പറേറ്റോ കമ്പനി ലോയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് പരിശോധിച്ച ഞാൻ മാത്രമല്ല, ഇത് പരിശോധിച്ച ക്വാസി ജുഡീഷ്യൽ ഫോറംസ് എല്ലാവരും ഒപ്പൈൻ ചെയ്തിട്ട് ഇതിന് ഉൾപ്പെട്ടിട്ടുള്ള കറപ്ഷൻ പരിശോധിക്കേണ്ടതാണ്. കറപ്ഷൻ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പരാതിയിന്മേലല്ലാതെ കറപ്ഷൻ ആംഗിൾ കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പൊ വീണ വിജയന്റെയോ എക്സാലോജിക്കിന്റെയോ കമ്പനിയുടെ പിന്നാലെ അല്ല നമ്മൾ, അവരുടെ പിന്നാലെ. ഇതിന്റെ അകത്ത് കറപ്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം ഇൻവോൾവ് ചെയ്തിട്ടാണ്. ആ കറപ്ഷൻ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിജിലൻസ് പരാതിയും വിജിലൻസ് കോടതിയുമാണ്. അതില്ലാതെ ഈവൻ സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നേരിട്ട് ഹൈക്കോടതി പോകാൻ കഴിയില്ല, മറ്റൊരു ഫോറവും നേരിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഫോറംസ് ഇല്ല. അതുകൊണ്ടാണ് വിജിലൻസിൽ പരാതി, പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസിന് പരാതി കൊടുത്താൽ എന്തായിരിക്കും എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളല്ല ഞാൻ. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വിജിലൻസ് അന്വേഷണം വേണ്ട, കോടതിയുടെ അന്വേഷണം മതി എന്ന് പറഞ്ഞ കാരണം, വിജിലൻസിലേക്ക് ഫോർവേഡ് ചെയ്താൽ അടുത്ത 2 വർഷക്കാലം വിജിലൻസ് ഫോർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ആ കേസ് 2 വർഷം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമില്ല. അതുകൊണ്ട് മാത്രമല്ല, മെറ്റീരിയൽ എവിഡൻസ് ധാരാളം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയോട് ചോദിച്ചത്. അതല്ലാണ്ട് ഒരു മറ്റ് നിലപാട് മാറ്റമോ മറ്റു കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. എൻ്റെ പക്കലുണ്ടായിരുന്ന ഏകദേശം 28ഓളം ഡോക്യുമെന്റ്സ് ഞാൻ കോടതിയിൽ ഹാജരാക്കി. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സംവിധാനത്തിൽ അത്രയും ഇന്റേണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത് പോലും എളുപ്പമല്ല. അത്രയും ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും വീണ വിജയൻ പണം വാങ്ങി എന്നുള്ളത് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാതെ 3 വട്ടം ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി അവർക്ക് ഫേവർ ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാക്കിയിട്ടും ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നേ പറഞ്ഞു. ഇതിന്റെ പേരിൽ ശിക്ഷിക്കണം എന്നല്ല, പിണറായി വിജയൻ ശിക്ഷിക്കണം എന്നല്ല പറഞ്ഞു. ഒരു അന്വേഷണത്തിന് പോലും ഉള്ള സാധ്യതയില്ല എന്ന് എഴുതിയ വിധിയോടാണ് എനിക്ക് വിയോജിപ്പ്. കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് അനുമതി ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഞാൻ KPC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും അനുമതി വാങ്ങിയതിന് ശേഷമാണ്. അല്ല, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ
രണ്ടാം വട്ടം നിയമസഭയിൽ ഇത് ഉന്നയിച്ചതും അദ്ദേഹം തന്നെയാണ് എനിക്ക് അനുമതി തന്നത്. ഇത് നിയമസഭയിൽ ഫ്ലോറിൽ എഴുതി കൊടുത്ത് ഉന്നയിക്കാനും കോടതിയിൽ പോകാനും അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ആരും ഒഫീഷ്യലി എന്നോട് പറഞ്ഞിട്ടില്ല. അന്നിങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. നിയമസഭയിൽ ഞാൻ ആദ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല എന്ന് ശരിയാണ്. എനിക്ക് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഞാൻ ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിലുള്ള എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതിക്കെതിരെ പോരാടാൻ ഇറങ്ങിയത്. വീണ വിജയൻ എന്ന സ്ത്രീയോട് ഞാൻ അവരുടെ സ്ത്രീത്വം, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഒരു വാക്കോ ഒരു ഭാഷയോ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നും ഞാൻ അവരോട് റെസ്പെക്റ്റോടുകൂടി സംസാരിച്ചിട്ടുള്ളൂ. അവരൊരു സംരംഭകയാണ്. പക്ഷേ അവർ നടത്തിയിട്ടുള്ള ഡീലിങ്സിലും കറപ്ഷൻ എലിമെന്റ് ഉള്ളപ്പോ അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. നിയമവിരുദ്ധമായിട്ടും അവര് പണം വാങ്ങിയെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് പറയുന്നതിന് സ്ത്രീ എന്നൊരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ 1,72,00,000 രൂപയ്ക്ക് IGST അടച്ചതിന്റെ രേഖ കാണിച്ചാൽ ഞാൻ പറയാം. ഞാൻ ഇന്നും പറയല്ലേ, ഇന്നും ഞാൻ പറയാണ്, ആ എൻടയർ എമൗണ്ടിന് വീണ വിജയൻ ടാക്സ് അടച്ചിട്ടില്ല. നോ ഡൗട്ട്, ഐ സ്റ്റിക്ക് ടു മൈ പൊസിഷൻ. ആ മുഴുവൻ പണത്തിനും ടാക്സ് അടച്ച രേഖ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നാൽ ഐ വിൽ അപ്പോളജൈസ്. പുറത്തു വന്ന ഏത് രേഖ മിനിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ? 1.72 crores ആ പണത്തിന് ടാക്സ് അടച്ച രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ പൊതുസമൂഹത്തിന് മുമ്പല്ലേ പറഞ്ഞു. എന്ന് പറയാൻ പറ്റില്ല. ടാക്സ് അടച്ചുകൊണ്ട് അഴിമതി പണത്തിന് ടാക്സ് അടച്ച അഴിമതി ഇല്ലാതാവും. അന്ന് അവരെടുത്ത ഡിഫൻസ് ആണ്. അതുപോലും കളവായിരുന്നു പറയുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിനും CPM-നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മളൊരു ശല്യമായിരിക്കും. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹം ശല്യമാണെങ്കിൽ ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അവർ വിധിയില്ല. ഇപ്പൊ നിയമസഭയിൽ പ്രസംഗിച്ച് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ ബോധ്യത്തില് ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. ഒരു വിജിലൻസ് കോടതി വിധി കൊണ്ട്, ഈ കോടതിയുടെ വിധി കൊണ്ട് ഇത് അൾട്ടിമേറ്റ് ആണെന്നും അന്തിമമാണെന്നും ഇതുകൊണ്ടെല്ലാം തീർന്നുവെന്നും കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. അല്ല, ഞാൻ പറഞ്ഞില്ലേ, CMRL വേണ്ടിയിട്ട് പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തിയ 3 ഇൻസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതില് വ്യക്തത കുറവില്ലല്ലോ. അപ്പൊ അത് ആ സമയത്ത് പിണറായി വിജയന്റെ മകൾ ഈ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാസപ്പടി എന്ന് പറയുന്ന കേസ്. അതെ. അപ്പൊ ഒരു സേവനവും നൽകാതെ ഒരാൾക്ക് കോടാനുകോടി രൂപ കൊടുക്കുമ്പോൾ അയാളുടെ അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുകയും അതേ കമ്പനിക്ക് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അല്ല, ഇത് തെളിയിക്കണമെങ്കിൽ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല. ഇത് അന്വേഷിച്ചാലാണ് ഇത് പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് ബോധ്യമില്ലാതെ. ഒരു സാമാന്യ ജനം, അതായത് വീണ വിജയൻ പണം വാങ്ങിയെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. വീണ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. ഈ മുഖ്യമന്ത്രി CMRL വേണ്ടി ഈ 3 ഘട്ടങ്ങളിലും ഇടപെട്ട് ഈ രേഖയല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് അഴിമതിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പോലും പാടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അപേക്ഷ തള്ളി എന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് അളവിൽ കൂടുതൽ സ്ഥലം ഇന്ന് വരെ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാൻ കഴിയാത്തത്? തള്ളി എന്ന് പറഞ്ഞു. ഏറ്റെടുക്കാൻ കഴിയാത്ത അന്നത്തെ ഇടപെടൽ കൊണ്ടാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് 4 വർഷക്കാലം ലീസ് ടെർമിനേറ്റ് ചെയ്യാതിരുന്നത്? മുഖ്യമന്ത്രി ഇടപെടൽ കൊണ്ടാണ്. അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന വലിയ തെറ്റാണ്. അല്ല, അത് പരിഗണിക്കുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇതിനു വേണ്ടി മീറ്റിംഗ് വിളിച്ച് ചെയർ ചെയ്ത് ആ മീറ്റിംഗിന്റെ ഡിസിഷൻ നമ്പർ 7 പ്രകാരമാണ് തീരുമാനം എടുത്തത്. അത് മാത്രമല്ല, ഇനി എഴുതി എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് കോടതിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഒന്നല്ലെങ്കിൽ സഖാക്കന്മാർ, ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കോ ലോക്കൽ സെക്രട്ടറിമാർക്കോ അറിയാൻ കഴിയില്ല. ഏരിയ സെക്രട്ടറി മുതൽ മുകളിലുള്ളവർക്ക് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു എത്ര ജെനുവിൻ കാര്യമായിട്ട് പിണറായി വിജയന്റെ അടുത്ത് ഒരു പരാതി കൊടുത്ത് അദ്ദേഹം അതേൽ കുറിച്ച് ഒരു കമ്പനിയുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടിയിട്ട് താഴത്തേക്ക് അദ്ദേഹം നേരിട്ട് കുറിച്ചയക്കണം എന്നുണ്ടെങ്കിലുള്ള പ്രയാസം എന്താണെന്ന് CPM MLA-മാർക്കോ ഏരിയ സെക്രട്ടറിമാർക്കും മുകളിലുള്ള ജില്ലാ സെക്രട്ടറിമാർക്കോ അറിയായിരിക്കും. കോടതിക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ആ പിണറായി വിജയൻ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം 3 വട്ടം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നവർക്കെങ്കിലും എന്തുമാത്രം താല്പര്യവും എന്തുമാത്രം സ്വാധീനവും അതിനകത്തുണ്ടായിരുന്നു മനസ്സിലാവും. അല്ലല്ല, അങ്ങനെ റൊട്ടീൻ പ്രോസസ്സിന്റെ ഭാഗമല്ല സുഹൃത്തെ. ഒരു വിഷയത്തില്
തന്റെ വകുപ്പിൽപ്പെടാത്ത ഒരു കാര്യത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ആ തീരുമാനം റിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് റുട്ടീൻ പ്രോസസ് അല്ല. ഉണ്ട്, തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കമ്പനിക്ക് വേണ്ടി 3 ഇൻസ്റ്റൻസിൽ വകുപ്പല്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇടപെടുകയും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കമ്പനിയെ കോടാനുകോടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരു അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. അല്ല, കോടതിയുടെ റീസൺ എഴുതിയിട്ടുണ്ടല്ലോ. കോടതി ഇതിപ്പോ ഇതിന്റെ അഴിമതി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ ഉള്ള കേസ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഇതൊരു ഒരു മെറിറ്റിലെ ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി പോയതല്ല. പക്ഷേ കോർട്ട് ഹസ് ടേക്കൻ എ ഡിഫറെന്റ് വ്യൂ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ വിഷയം ഉന്നയിച്ചു, നിയമസഭയിൽ ഉന്നയിച്ചു, പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചു, ഞാൻ അവിടെ നിർത്തണമായിരുന്നാണ് പറഞ്ഞത്. അതാണ് ഫെയർ. അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യാവുന്ന കാര്യം. അതാണ് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യേണ്ടതും ചെയ്യാവുന്ന കാര്യം. അതാണ് പൊതുരംഗത്ത് എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിയതാണ്. ഞാൻ കോടതി പോയതിനു ശേഷം നിങ്ങൾ ആരും കാണാൻ വന്നിട്ടില്ല. കോടതി പോയതിനു ശേഷം ഞാൻ നിങ്ങളെ കാണേണ്ട വന്നത് വേണ്ടത്ര തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല. നിങ്ങൾ വാർത്തയും ഇതും ആദ്യത്തെ വട്ടം രണ്ടാമത്തെ വട്ടം ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടേ ഇല്ല. ഞാൻ അന്ന് പറഞ്ഞു കോടതിയിൽ പോയാൽ ഇനി ഞാൻ വാർത്താ സമ്മേളനത്തിന് ഇല്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടാവുന്ന എല്ലാ അറ്റൻഷനും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അവിടെ നിർത്തായിരുന്നു. അവിടെ നിർത്തിയെങ്കിൽ എനിക്ക് ഒരു ദോഷം സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ ജനങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ട്, നമ്മൾ സത്യസന്ധമാണ്, ഫെയർ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് ദ ലീഡ്. പിണറായി വിജയനെതിരെ ഒരു പരാതി കൊടുക്കാൻ മറ്റാരും മുമ്പോട്ട് വരാത്തപ്പോഴാണ് കൊടുത്തത്. പിന്നെ ഇപ്പൊ വിജിലൻസ് കോടതി നമ്മൾ ഈ കേസ് ഫയൽ ചെയ്താൽ നമ്മളൊരു ഘട്ടത്തിൽ രണ്ട് ഓപ്ഷൻ ഓപ്പൺ ആണ്. അത് പറയേണ്ട സമയത്ത് വിജിലൻസിൽ ഫോർവേഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വിജിലൻസിൽ ഫോർവേഡ് ചെയ്യേണ്ടെന്ന് പറയാണ്. നോർമലി നമ്മൾ ഇതിന്റെ അകത്ത് പ്രയറിൽ പറയുന്നത് ഈ കംപ്ലൈന്റ് ആണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇതിന്റെ അകത്ത് ഇന്നത് ചെയ്യണമെന്ന് നമ്മൾ പറയത്തില്ല. ഇതൊക്കെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതല്ലേ, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നത്. ആദ്യം വിജിലൻസ് ചോദിച്ചു, പിന്നെ മാറ്റി എന്നൊക്കെയല്ല. ഈ കംപ്ലൈന്റ് നിങ്ങൾ പരിശോധിക്കും. 2 ഓപ്ഷനും ഈക്വലി ഓപ്പൺ ആണ്. അതിന്റെ ഏത് വേണമെന്ന് കോടതി ചോദിച്ചപ്പോൾ വിജിലൻസിലെ അയക്കേണ്ടെന്ന് പറഞ്ഞതാണ്. അല്ലാണ്ട് നിലപാട് മാറ്റിയത്. നോർമലി എല്ലാ വിജിലൻസ് പരാതിയിലും സ്വാഭാവികമായിട്ട് ആവശ്യപ്പെടുന്നത് വിജിലൻസിന് ഫോർവേഡ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കോടതി പോയെന്നുള്ള പ്രശംസയിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു കൺഫ്യൂഷൻ ഇല്ല. ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതാണ്. പക്ഷെ കോടതി വിധി ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ചല്ല, സ്വാഭാവികമായിട്ട് ഇത് വന്നു. ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും കാണാം. ഒരു പക്ഷേ കോടതി പോവാതെ ഇരുന്ന് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് നിർത്തുന്നതായിരുന്നു നല്ലത് എന്ന് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വ്യൂ ആവും. എന്റെ വ്യൂ അതല്ല. ദാറ്റ്സ് നോട്ട് മൈ അപ്രോച്ച്. മൈ അപ്രോച്ച് ഈസ് ഫെയർ ആൻഡ് സ്ട്രെയിറ്റ്. ഞാൻ പറഞ്ഞ കാര്യം ഇനിയാണെങ്കിലും ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ടാവും. റൈറ്റ് ഓർ റോങ്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഞാൻ അന്ന് ആദ്യമേ പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു, ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയിൽ നിന്ന് അകത്ത് നിന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുക, ഈ പോരാട്ടം എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അത്രയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. അല്ല, അപ്പീൽ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു പ്രിലിമിനറി ഒരു അസസ്മെന്റില് ദിസ് ജഡ്ജ്മെന്റ് നീഡ് ടു ബി ചലഞ്ച്ഡ് എന്നുള്ളതാണ്. സോ വിൽ ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും പരിഹസിക്കാം. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്, നോ പ്രോബ്ലം. എത്ര വേണമെങ്കിലും വായിക്കും. അല്ല, നിങ്ങൾ ആ തോട്ടപ്പള്ളി പോയി ചോദിച്ചാൽ മതി, അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മതി. ആ പ്രളയത്തിന് ശേഷം അവിടെ നിന്ന് മണ്ണെടുത്തത് ഈ കമ്പനി താല്പര്യത്തിന് വേണ്ടിയാണെന്നുള്ളത് പരിഹാസമാണെന്ന് തോട്ടപ്പള്ളി പോയി എന്നൊന്ന് പറയാം. അല്ല, അവിടെ ചെന്നതെന്നൊന്ന് പറയാം. അല്ല, പ്രളയം എന്ന റീസൺ കാണിച്ച് മണ്ണെടുത്തു എന്നാണ് പറഞ്ഞത്. അതാണ് അതിന്റെ സത്യം. അങ്ങനെയല്ല, പ്രളയം എന്ന ഒരു അവസരമാക്കി ഒന്നത് വായിച്ചു നോക്കാം, മനസ്സിലാവും. അത് അവർക്ക് ഇന്നലത്തെ ദിവസം എന്തു ആവാം, ഇന്നത്തെ ദിവസം നിങ്ങൾക്കും ആവാം. ഇല്ല, അപ്പൊ ഞാൻ നടത്തിയ കേസുകൾ എത്രയോ കേസ് ജയിച്ചിരിക്കുന്നു, എത്രയോ കേസ് തോറ്റിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഭിഭാഷകര് ഈ രാജ്യത്ത് ഏതെങ്കിലും ആർക്കും കേസ് നടത്താൻ പറ്റും? I don't want to bring my profession into this. Sorry, I am not for that. I don't want to canvass on that.